എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കർക്കിടക മാസം ഈ രണ്ട് ചെടികൾ നടുന്നതും പരിപാലിക്കുന്ന ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഈ രണ്ട് ചെടികളും ഐശ്വര്യവും ആരോഗ്യവും നൽകുന്നു. ഈ രണ്ട് ചെടികളും ദശപുഷ്പങ്ങൾ കൂടിയാണ്. കറുക, മുയൽച്ചെവിയൻ ഈ ചെടികൾ കർക്കിടക മാസത്തിൽ തെക്ക് ഭാഗത്ത് നടുന്നത് നല്ലതാണ്. കറുക ആരോഗ്യത്തിന് പലവിധ ഗുണങ്ങളും നൽകുന്നു. അതുമാത്രമല്ല, പൂജയ്ക്കും ഹോമത്തിനും എടുക്കുന്ന ഈ ചെടി കർക്കിടക മാസം നട്ടു വളർത്തുന്നത് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരും. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് കറുക ഏറ്റവും നല്ലതാണ്. ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായ കറുക കർക്കിടക മാസം വീടുകളിൽ നട്ടു വളർത്താൻ ഏറ്റവും ഉത്തമമാണ്. മുയൽച്ചെവിയൻ ആരോഗ്യത്തിനും ശരീരത്തിന് കുളിർമ നൽകാനും ഈ ചെടി നട്ടു വളർത്തുന്നത് നല്ലതാണ്. മുയൽച്ചെവിയൻ ചെടിക്കും നിരവധി ഔഷധ ഗുണങ്ങളുള്ള ഈ ചെടി കർക്കിടക മാസം വീടുകളിൽ വളർത്താൻ ഉത്തമമാണ്. വാസ്തുശാസ്ത്ര പ്രകാരം വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗങ്ങളിലും വടക്ക് കിഴക്ക് ഭാഗങ്ങളിലും ഈ ചെടി നട്ടു വളർത്തുന്നത് പോസിറ്റീവ് എനർജി ഉണ്ടാകും. വീടുകളിൽ ഐശ്വര്യവും സമൃദ്ധിയും നിറയ്ക്കാൻ ഈ ചെടികൾക്ക് കഴിയും. വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ വലിയ മരങ്ങൾ നടരുത്. ചെറിയ ചെടികൾ ഇവിടെ വളർത്തുന്നത് വീട്ടിൽ പോസിറ്റീവ് ഊർജവും സമൃദ്ധിയും കൊണ്ടുവരാൻ സഹായിക്കും. ഈ ചെടികൾ ചെടിച്ചട്ടിയിൽ തറയിൽ നേരിട്ട് വെക്കാതെ ഒരു സ്റ്റാൻഡിൽ അല്പം ഉയരത്തിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാനും കഴിയും. തെക്ക് കിഴക്കും വടക്ക് കിഴക്കും മൂലയിൽ കറുക, മുയൽച്ചെടിയൻ ചെടികൾ കർക്കിടക മാസങ്ങളിൽ വളർത്താൻ ഏറ്റവും ഉത്തമമാണ്. വാസ്തുപ്രകാരം ചട്ടിയിൽ നട്ടുപിടിപ്പിക്കുന്ന ചെടികൾക്കാണ് ഏറ്റവും മികച്ച ഊർജം നൽകാൻ കഴിയുന്നത്. അതിനാൽ ഈ ചെടികൾ ചട്ടിയിൽ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ചെയ്യുന്നത് വീടിൻ്റെ അന്തരീക്ഷം ശുദ്ധീകരിക്കാനും നല്ല വൈബുകൾ കൊണ്ട് നിറയ്ക്കാനും സഹായിക്കും. വാസ്തുശാസ്ത്രം അനുസരിച്ച് ഈ സസ്യങ്ങൾക്കെല്ലാം നിങ്ങളുടെ വീട്ടിലെ പരിസ്ഥിതിയെ സുഖപ്പെടുത്താനും പോസിറ്റിവിറ്റിയെ സ്വാധീനിക്കാനുമുള്ള കഴിവുണ്ട്. കറുകയും മുയൽച്ചെവിയനും വീടിൻ്റെ ഐശ്വര്യത്തിന് മാത്രമല്ല ആരോഗ്യപരമായി നിരവധി ഗുണങ്ങളുണ്ട്. ഇവ വളർത്തുന്നത് ഐശ്വര്യത്തിൻ്റെ പ്രതീകങ്ങളാണ്. ഈ കറുകയും മുയൽച്ചെവിയനും ദശപുഷ്പങ്ങൾ കൂടിയാണ്. കറുകയും മുയൽച്ചെവിയൻ ചെടികളും കർക്കിടക മാസങ്ങളിൽ തെക്ക് ഭാഗത്ത് നട്ടു വളർത്തുന്നത് വളരെ ഗുണം നൽകുന്നു. ഇങ്ങനെ ചെയ്യുന്നത് ഐശ്വര്യവും സമൃദ്ധിയും ആകർഷിക്കുന്നു. പണ്ട് കാലങ്ങളിൽ കർക്കിടക മാസങ്ങളിൽ പല വീടുകളിൽ ഇത് തനിയെ വളർന്നു വരുന്നത് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. എല്ലാവർക്കും നമസ്കാരം.